ഫ്രണ്ട്സ്, ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് ഓപ്പണായിട്ട് നല്ലൊരു ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ഡേയുടെ 50 മിനിറ്റ്സ് IDXും പിന്നെ ഡെയിലി ഹയർ ഫ്രെയിം IDXൊക്കെ ടാപ്പ് ചെയ്ത് ഒരു അഗ്രസീവായിട്ടൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി പ്രീമിയം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 24,200 ഒരു പ്രീമിയം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 129.35 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ്. ട്രേഡ് എടുക്കണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിവേ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല ഏതെങ്കിലും ട്രേഡ് വരെയാണ് നമുക്ക് നോക്കാം. കാരണം വെറുതെ ഒരു ട്രേഡ് പാഴാക്കണ്ടല്ലെന്ന് വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്യാം. 130.50 എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ട്രേഡ് വരികയാണ്, അപ്പോൾ നോക്കാം. ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു ട്രേഡ് വന്നിട്ടുണ്ട്. പ്രീമിയം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് അപ്സൈഡ് IDX ടാപ്പ് ചെയ്തതിന് ശേഷമുള്ളൊരു എൻട്രിയാണ്. ഇതിൻ്റെ ഒരു 10 പോയിൻറ്റ് മുകളിലായിട്ട് ഡേ ഹൈ ഉണ്ട്. ഡേ ഹൈ ടാപ്പ് ചെയ്തതിന് ശേഷം എൻട്രി നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഒരു ചാൻസ് വന്നപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കെന്തായാലും എൻട്രി എടുക്കാം. 24,250 പുട്ട് ഓപ്ഷൻ ആണ്. നമുക്ക് എൻട്രി 137.95 എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും വെച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഈ ട്രേഡും ഇവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ആ ബ്ലാക്ക് ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് IDX ആണ്. ഒരു ഇൻറ്റേർണൽ IDX ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തതിന് ശേഷം ഡേ ഹൈ എടുക്കുമ്പോൾ റീ എൻട്രി ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് അവിടം വരെ വന്നിട്ട് എഗെയിൻ ഡേ ഹൈയിലോട്ട് മൂവ് ആയപ്പോൾ അവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്താണ്. എൻട്രി എക്സിറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡേ ഹൈ എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ വെച്ച് എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് അഗെയിൻ മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മളത് എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ ആ 5 മിനിറ്റ്സ് IDXൻ്റെ അവിടെ വരെ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു 1:1 അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയാനേ. കുഴപ്പമില്ല, നമ്മുടെ വ്യൂ എന്തായാലും കറക്റ്റ് തന്നെയായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഡേ ഹൈ എടുക്കാൻ പോവുകയാണ്, നമ്മളത് എക്സിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഡേ ഹൈ എടുത്തതിന് ശേഷം എന്തെങ്കിലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിയർലി നമ്മൾ ഡേ ഹൈയുടെ അടുത്തായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതലും ഉള്ളത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. തൊട്ടടുത്ത് വന്നിട്ടുണ്ട് എൻട്രിയുടെ ആ ഒരു ഗ്രീൻ കാർഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി താഴേക്ക് എടുക്കാവുന്നതാണ്.
എൻട്രി ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മാർക്കറ്റിൽ നിന്ന് ഡേ ഹൈ എടുത്തിട്ടുണ്ട്. ഡേ ഹൈ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു അഗ്രസീവായിട്ടുള്ള ഒരു എൻട്രിയാണ് എടുക്കുന്നത്. മാർക്കറ്റ് നമുക്ക് എഗൻസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗൻസ്റ്റായിട്ടെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി തരാതെ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൻട്രി ഏരിയയുടെ തൊട്ടടുത്ത് വരെ വന്നു. ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മാർക്കറ്റ് തിരിക്കുന്നുണ്ട്. എഗെയിൻ ഇനിയും എൻട്രി ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ആ എൻട്രി കിട്ടിയില്ല. മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു 1:4 നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് എൻട്രി കിട്ടാതെ പോയത്. ആ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഹൈയും കൂടി എടുത്തെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാവുന്നതായിരുന്നു. നല്ലൊരു എൻട്രിയാണ് നമുക്ക് മിസ്സായി പോയത്. ഇതിപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് IDX ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു 25 പോയിൻറ്റ്സോളം നമുക്ക് മിസ്സായി. എൻട്രി കിട്ടിയെന്ന് വെച്ചെങ്കിൽ 1:4 എന്തായാലും കിട്ടിയാണ്. ഇനി ഇപ്പോൾ വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം.